ജീവിതത്തിൽ നമ്മളിലേക്ക് എത്തുന്ന കർമ്മങ്ങൾ നിസ്വാർത്ഥമായി വേണം ചെയ്യാൻ. അതായത് കർമ്മത്തിനോടുള്ള ഇഷ്ടവും അനിഷ്ടവും വെടിഞ്ഞു വേണം കർമ്മം ചെയ്യാൻ. ചിലർ പറയും, അവനവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് സന്തോഷമുണ്ടാവുന്നത്. അതിനാൽ നമുക്ക് സന്തോഷം എന്താണോ അത് കണ്ടുപിടിച്ച് ചെയ്യാൻ ശ്രമിക്കുക എന്ന്. എന്നാൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ജോലി നോക്കി കണ്ടുപിടിച്ച് ചെയ്യാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ കിട്ടുന്നവർ വളരെ ചുരുക്കമാണ്. ഭഗവത്ഗീതയിൽ പറയുന്നത്, എന്താണോ ഈ സാഹചര്യത്തിൽ ചെയ്യേണ്ടത് അത് ചെയ്യുക. ചെയ്യുന്ന കർമ്മത്തോടുള്ള ഇഷ്ടവും അനിഷ്ടവും മാറ്റിവെച്ച് എന്ത് ചെയ്താലും അത് പൂർണ്ണമായി മനസ്സും ശരീരവും അർപ്പിച്ച് ചെയ്യുക എന്നതാണ്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മുന്നിൽ പ്രിയപ്പെട്ടവരെ കണ്ട് യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ തുടങ്ങിയ അർജുനനോട് ഭഗവാൻ പറയുന്നത്, യുദ്ധക്കളത്തിലെത്തിയാൽ പിന്മാറുന്നവൻ ഭീരുവാണ്. അവന് അപകീർത്തിയും മാനഹാനിയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മറിച്ച് യുദ്ധം ചെയ്താൽ പരാജയപ്പെടുകയാണെങ്കിൽ പോലും ഭീരു എന്ന പേര് വരാതിരിക്കാനെങ്കിലും അത് സഹായിക്കും എന്നാണ്. സാഹചര്യങ്ങൾ നമ്മളെ എവിടെയാണോ എത്തിക്കുന്നത് അതിനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച് നേരിടുകയാണ് നാം ചെയ്യേണ്ടത്. ഇഷ്ടമില്ലാത്ത ഒരു ജോലി ചെയ്യേണ്ടി വരുമ്പോൾ നാം ഭഗവാൻ കൃഷ്ണൻ്റെ ഈ ഉപദേശം ഓർക്കണം. ഇഷ്ടാനിഷ്ടങ്ങളല്ല, ഈ സാഹചര്യത്തിൽ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുകയാണ് ഓരോരുത്തരുടെയും ധർമ്മം. അത് ചെയ്യാതെ മറ്റൊന്ന് വരാൻ വേണ്ടി കാത്തിരുന്നാൽ കയ്യിലുള്ളത് ചെയ്യാനും കഴിയില്ല, ആഗ്രഹിക്കുന്നത് വരുമോ എന്നുറപ്പുണ്ടാവുകയുമില്ല. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായാലും പൂർണ്ണ സമർപ്പണത്തോടെ ചെയ്യുമ്പോഴാണ് അത് കർമ്മയോഗം ആവുന്നത്. ഈ കർമ്മം തന്നിലേക്ക് എത്തിയതാണ്. അത് തൻ്റെ പൂർണ്ണമായ ശ്രദ്ധയോടെ ചെയ്യും എന്ന തീരുമാനം നമുക്ക് ജീവിതത്തിൽ സ്വസ്ഥത നേടിത്തരും. ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കേണ്ട എന്ന് ഇതിനർത്ഥമില്ല. ഇഷ്ടമില്ലാത്തവയിൽ നിന്ന് ഒളിച്ചോടാൻ നിൽക്കേണ്ട എന്നതാണ് ഇതിനർത്ഥം.